Hey all, welcome to Happy School. So, നമ്മൾ ഇന്ന് 10th civicsലെ ഫസ്റ്റ് ചാപ്റ്റർ പവർ ഷെയറിംഗ് ഇൻ ഡെമോക്രസി ആണെന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്താണ് പവർ ഷെയറിംഗ്? വാട്ട് ഡസ് പവർ ഷെയറിംഗ്? വൈ പവർ ഷെയറിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡെമോക്രസി? ആൻഡ് വാട്ട് ഇഫ് പവർ ഷെയറിംഗ് ഈസ് നോട്ട് എഫക്റ്റീവ്ലി ഡൺ ഇൻ എ ഡെമോക്രസി? ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. പക്ഷേ ഫസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്താണ് പവർ ഷെയറിംഗ് അല്ലെങ്കിൽ എന്തിനാണ് പവർ ഷെയറിംഗ്? നമ്മൾ രണ്ട് കേസ് സിനാരിയോയിലൂടെ ഒരു കേസ് സ്റ്റഡിയിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ബെൽജിയം. സോ ബെൽജിയം എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കൺട്രിയാണ്. നമ്മുടെ ഹരിയാനയുടെയൊക്കെ അത്ര ചെറിയൊരു പോപ്പുലേഷനാണ്, ചെറിയൊരു കൺട്രിയാണ്, യൂറോപ്യൻ കൺട്രിയാണ്. ഏകദേശം ഒരു 1 crore പോപ്പുലേഷനൊക്കെ ഉള്ളൂ. അത്രയും കുഞ്ഞു രാജ്യമാണ്. പക്ഷേ കുഞ്ഞു പോപ്പുലേഷൻ ആണെങ്കിലും അവിടുത്തെ എത്നിക് കോമ്പോസിഷൻ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ബെൽജിയത്തിൻ്റെ മാപ്പ്. ബെൽജിയത്തിൻ്റെ മാപ്പിൽ രണ്ട് ഡിവിഷനൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് റീജിയൻ ദ ഫ്ലെമിഷ് റീജിയൻ, ഇവിടെയാണ് ഇവിടെ ഫസ്റ്റ് റീജിയനിലെ കമ്മ്യൂണിറ്റി, എത്നിക് കമ്മ്യൂണിറ്റി, ലിംഗ്വിസ്റ്റിക് എത്നിക് കമ്മ്യൂണിറ്റിയാണ്. ലിംഗ്വിസ്റ്റിക് എത്നിസിസം ആണ് ബെൽജിയത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ബെൽജിയത്തിലെ ഫസ്റ്റ് ഫ്ലെമിഷ് റീജിയനിൽ 59% വരുന്നത് ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഡച്ച് ലാംഗ്വേജ് സംസാരിക്കുന്ന ഡച്ച് സ്പീക്കേഴ്സാണ് 59% പോപ്പുലേഷൻ വരുന്നത്. ആൻഡ് വലൂണിയ റീജിയൻ, സെക്കൻഡ് റീജിയൻ വലൂണിയ റീജിയനിൽ വരുന്നത് 40% ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആസ് എ ഹോൾ നോക്കുമ്പോൾ എന്താണ്, ബെൽജിയത്തിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ഡച്ച് സ്പീക്കേഴ്സാണ്, പിന്നെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്പീക്കേഴ്സും, പിന്നെ ഈ ചെറിയൊരു പോർഷനിൽ 1% ജർമ്മൻ സ്പീക്കേഴ്സും ഉണ്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് ബ്രസൽസ്. നമ്മുടെ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസ്. ഈ ബ്രസൽസിൻ്റെ കേസിൽ വരുമ്പോൾ ഈ സിനാരിയോ ഒന്നും കൂടെ മാറും. അതായത് നേരെ ഉൾട്ട വരും. ആസ് എ ഹോൾ നേരത്തെ പറഞ്ഞ പോലെ ബെൽജിയത്തിൽ മെജോറിറ്റി വരുന്നത് ഡച്ച് ആണെങ്കിൽ നമ്മുടെ ഈ ബ്രസൽ റീജിയനിൽ, ഈ ലോക്കൽ റീജിയനിൽ എന്ത് വരും? ലോക്കലി നേരെ ഉൾട്ട ആയിരിക്കും ഈ സിനാരിയോ. ഇവിടെ മെജോറിറ്റി വരുന്നത് ഫ്രഞ്ച് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഈ ഒരു 90, 50, 60 ആ ഒരു സമയമാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം വരും. ഈ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ ചെറുതായിട്ട് പ്രശ്നം വന്നു തുടങ്ങും. അതായത് ഈ ബെൽജിയത്തിൽ ഒന്നാകെ നോക്കുമ്പോൾ ഉള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഫ്രഞ്ച് സ്പീക്കേഴ്സ് ഹിസ്റ്റോറിക്കലി റിച്ചറാണ്, നമ്മുടെ ഡച്ച് സ്പീക്കേഴ്സിനേക്കാളും റിച്ചറാണ്. ആൻഡ് കുറച്ചും കൂടി എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷനലി അവർ കുറച്ചുകൂടി വെൽ ഡെവലപ്ഡ് ആണ്. പക്ഷേ ബ്രസൽസിൽ വരുമ്പോഴോ അവിടെ ഈ പറയുന്ന ഫ്രഞ്ച് കമ്മ്യൂണിറ്റി എന്തായി? അവർ മെജോറിറ്റിയായി. അപ്പം ഇവിടെ ബ്രസൽ റീജിയനിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. ആ കോൺഫ്ലിക്റ്റ് പയ്യെ ബെൽജിയത്തിൽ മൊത്തമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട്, ഒരു ടെൻഷനായിട്ട് രൂപീകരിക്കപ്പെടുന്നു. സോ അപ്പോൾ ആർക്കായി? നമ്മുടെ ഗവൺമെൻറ്റിനായി. ഒരു എഫക്റ്റീവ് ഗവൺമെൻറ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഈ വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യണം. സോ അതെങ്ങനെയാണ് നമ്മുടെ ബെൽജിയൻ ഗവൺമെൻറ് റിസോൾവ് ചെയ്തത്? സോ എഫക്റ്റീവ്ലി എങ്ങനെ ബെൽജിയൻ ഗവൺമെൻറ് ഈ സിനാരിയോ റിസോൾവ് ചെയ്തു? ഫസ്റ്റ് വൺ, ഈക്വൽ സെൻട്രൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. അതായത് മൈനോറിറ്റി മെജോറിറ്റി അങ്ങനെ ഒരു ബേസിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ്റിൽ മിനിസ്റ്റേഴ്സിന് ഈ ഡച്ച് ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. മെജോറിറ്റി മൈനോറിറ്റി സ്പെഷ്യൽ ലോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെ രണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈക്വലായിട്ട് മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് പവേഴ്സ്. ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് പവേഴ്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻ്റർഡിപ്പെൻഡൻ്റ് അല്ല. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഡിപ്പെൻഡൻറ്റും അല്ല. ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് രൂപീകരിച്ചു. ആൻഡ് തേർഡ് വൺ, ഇമ്പോർട്ടൻ്റ്ലി ബ്രസലിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തു. സെപ്പറേറ്റ് ഗവൺമെൻറ് വിത്ത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫോർ ബോത്ത് കമ്മ്യൂണിറ്റീസ്. ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആക്സെപ്റ്റഡ് ദിസ് ബിക്കോസ് ഡച്ച് സ്പീക്കേഴ്സ് ആക്സെപ്റ്റഡ് ഈക്വൽ സെൻട്രൽ റെപ്രസെൻറ്റേഷൻ. ഈ രണ്ട് ഏരിയയിലും സിനാരിയോ ലോക്കലി ബ്രസലിലുള്ള കോൺഫ്ലിക്റ്റ് അല്ല പുറത്തുള്ള ബെൽജിയത്തിലുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്ത് പറ്റി? അവർ ഈക്വലി ഒരു ഹാർമോണിക്കലി അത് ഡിസിഷൻ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് തേർഡ് വൺ,
community governments. Third level elected by language communities. Language community ഡച്ച് ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും മൈനോറിറ്റി വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ജർമ്മൻ സ്പീക്കേഴ്സിനാണെങ്കിലും എന്ത് പറ്റി, കമ്മ്യൂണിറ്റി ഗവൺമെന്റ്സ് രൂപീകരിച്ചു. അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഈക്വൽ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെൻറ്റേഷൻ. സെക്കൻഡ് വൺ, ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് പവേഴ്സ്. ആൻഡ് തേർഡ് വൺ, സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ബ്രസൽസ്. ആൻഡ് ഫോർത്ത് വൺ, കമ്മ്യൂണിറ്റി ഗവൺമെന്റ്സ്. ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടില്ലേ എങ്ങനെ ഈ ബെൽജിയം ഗവൺമെന്റ് അത്രയും വലിയൊരു സിവിൽ വാറിലേക്ക് എത്തിയേക്കാവുന്ന ഒരു ടെൻഷൻ, കമ്മ്യൂണിറ്റി ടെൻഷൻ എത്ര ഈസിലി, എത്ര എഫക്റ്റീവ്ലി അവരത് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ പവർ ഷെയറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, പവർ ഷെയറിങ് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഹാർമോണിക്കലി തന്നെ നമ്മളുടെ ഗവൺമെൻറ്റിന് സ്മൂത്ത്ലി അത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഒരു പോസിറ്റീവ്, പവർ ഷെയറിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡാണ് നമ്മുടെ ബെൽജിയം നമുക്ക് കാണിച്ചു തരുന്നത്. ദ സെക്കൻഡ് വൺ, നമ്മുടെ സെക്കൻഡ് കേസ് സ്റ്റഡി, ദ കേസ് ഓഫ് ശ്രീലങ്ക. ഈ ശ്രീലങ്കേൻ്റെ കേസ് സ്റ്റഡി നമുക്ക് കുറച്ചും കൂടി ഓർത്ത് നിൽക്കാൻ പറ്റും. കാരണം എന്താ, നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒക്കെ മറ്റേ ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ ന്യൂസിലൊക്കെ കാണുന്നതാണ് ശ്രീലങ്കേൻ്റെ കേസ് സ്റ്റഡി. ശ്രീലങ്കയിലും സെയിം കൈൻഡ് ഓഫ് ലിംഗ്വിസ്റ്റിക് ടെൻഷൻ തന്നെയാണ് റൈസ് ചെയ്തത്. പക്ഷെ അത് ഇപ്പോഴും അത് ഗവൺമെൻറ് ഒരു സ്മൂത്ത്ലി റിസോൾവ് ചെയ്യാത്തത് കൊണ്ട് അത് പിന്നെയും വളർന്ന് ഇപ്പോഴുള്ള നിലയിൽ വരെ എത്തി. അപ്പം ശ്രീലങ്കേൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മെയിൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിൻഹള സ്പീക്കേഴ്സ് ആണ്. 74% ഓഫ് പോപ്പുലേഷൻ സിൻഹള സ്പീക്കേഴ്സ്. അവർ മോസ്റ്റ്ലി ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ബുദ്ധിസം സ്വീകരിച്ചിട്ടുള്ള അവിടെ നമ്മുടെ ശ്രീലങ്കേൻ്റെ മെയിൻ റിലീജിയൻ എന്ന് പറയുന്നത് തന്നെ ബുദ്ധിസമാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഈ 74% ഓഫ് സിൻഹള സ്പീക്കേഴ്സ്. ആൻഡ് 2 kind ഓഫ് തമിഴൻസ് ഉണ്ട്. സെക്കൻഡ് കൈൻഡ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി വരുന്നത് തമിഴൻസ് ആണ്. പക്ഷേ 2 kind ഓഫ് തമിഴൻസ് ഉണ്ട്. ഒന്ന് ശ്രീലങ്കൻ തമിഴ്സ് 13% വരുന്ന ഹിന്ദു മുസ്ലിംസ് വരുന്ന ശ്രീലങ്കൻ തമിഴ്സ്. ആ ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമ്മുടെ ശ്രീലങ്കയിൽ ഉള്ളതാണ്. ഓൾറെഡി ശ്രീലങ്കയിൽ തുടക്കം തൊട്ടേ അവിടെ തന്നെയുള്ള ആൾക്കാരാണ് ഈ 13% വരുന്ന ശ്രീലങ്കൻ തമിഴ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇന്ത്യൻ തമിഴ്സ്. ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ശ്രീലങ്കയിലേക്ക് ടീ പ്ലാന്റേഷൻ വർക്കേഴ്സായിട്ട് പോയിട്ടുള്ള പോപ്പുലേഷൻ, അവർ വരുന്നത് എത്രയാണ്? അവർ 5% ഓഫ് പോപ്പുലേഷൻ. ആൻഡ് ദ റിമൈനിങ് 7% ക്രിസ്ത്യൻസ് ആണ്. ബോത്ത് സിൻഹള തമിഴ് കമ്മ്യൂണിറ്റി വരുന്ന ക്രിസ്ത്യൻസ്. അപ്പോൾ ഇവിടെയും അതേപോലെ പ്രശ്നം ആവാൻ തുടങ്ങി. പക്ഷേ ഇവിടെ പ്രശ്നം കുറച്ചും കൂടെ വഷളാകാൻ കാരണം എന്താ? എഫക്റ്റീവ്ലി നമ്മുടെ ഗവൺമെൻറ്, ശ്രീലങ്കൻ ഗവൺമെൻറ്റിന് അത് എഫക്റ്റീവ്ലി റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല. പകരം എന്ത് ചെയ്തു? ഒരു മെജോറിറ്റേറിയൻസ് എടുത്തിട്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് ശ്രീലങ്ക രൂപീകരിച്ച സമയം തൊട്ട് 1948 ശ്രീലങ്കയ്ക്ക് ഇൻഡിപെൻഡൻസ് ആയ സമയം തൊട്ട് ആ സമയം തൊട്ടേ വന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോഴുള്ള നിലയിലേക്ക് എത്തുകയാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ 1956 ആഫ്റ്റർ നമ്മുടെ ശ്രീലങ്കൻ ഇൻഡിപെൻഡൻസ് സിൻഹളേനെ ഗവൺമെൻറ് എന്താക്കിയെടുത്തു? ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയെടുത്തു. 74% വരുന്ന സിൻഹള മെജോറിറ്റി കമ്മ്യൂണിറ്റീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? 74% വരുന്ന സിൻഹള കമ്മ്യൂണിറ്റീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്തു? സിൻഹളനെ എടുത്തിട്ട് തമിഴ് കമ്മ്യൂണിറ്റീനെ, തമിഴ് ലാംഗ്വേജിനെ പാടെ നെഗ്ലക്റ്റ് ചെയ്തു. ആൻഡ് ദ സെക്കൻഡ് വൺ, ഗവൺമെൻറ് ആർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫേവർ ചെയ്തു? സിൻഹള ആപ്ലിക്കൻസിനെ. സിൻഹള കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് സെക്ടറിൽ ജോലികളും കൂടുതൽ റിസർവേഷൻസും കൊടുത്തു. മെജോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്ന ഗവൺമെൻറ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മെജോറിറ്റി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സിൻഹള ആപ്ലിക്കൻസിന് യൂണിവേഴ്സിറ്റി പൊസിഷനിലും ജോബിലും റിസർവേഷൻ കൊടുത്തു. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച്. വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച്? ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റഡ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഫോസ്റ്ററിങ് ബുദ്ധിസം. ബുദ്ധിസവും ഹിന്ദുയിസവും ക്രിസ്ത്യാനിസവും ഉള്ള കമ്മ്യൂണിറ്റിയിൽ, ആ രാജ്യത്ത് ശ്രീലങ്കയിൽ
ആർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തു, ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു? ബുദ്ധിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ദ ഫോർത്ത് വൺ, അപ്പൊ ഈ ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻസ് കൂടെ കൊടുത്തതിന് ശേഷം ഒരു 1980s ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? തമിഴ് ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി വാദിക്കാൻ തുടങ്ങി? ഒരു ഇൻഡിപെൻഡന്റ് തമിഴ് ഇളം സ്റ്റേറ്റിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അന്ന് തുടങ്ങിയ 1948 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞത് തൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നം എന്തായി തുടങ്ങി? ഇന്ന് നിൽക്കുന്ന സിവിൽ വാർ വരെ, അന്ന് തൊട്ടിട്ട് ഇന്നത്തെ എത്തിയിരിക്കുന്ന സിവിൽ വാർ വരെ ഈ പവർ ഷെയറിങ്ങിലുള്ള ഒരു ഫെയിലിയർ കാരണം, മെജോറിറ്റി പീപ്പിളിനെ ഫേവർ ചെയ്യുന്നത് കാരണം ഈ ഒരു രീതിയിലേക്ക് എത്തി. സോ നമുക്ക് ഈ 2 കേസിലൂടെ എന്താ കാണാൻ പറ്റുന്നത്? ബെൽജിയത്തിൻ്റെ സക്സസും ശ്രീലങ്കേൻ്റെ സ്ട്രഗിളും. ഈ പവർ ഷെയറിങ്ങിലെ ഒരു ബെൽജിയം നമ്മുടെ പോസിറ്റീവ് ആസ്പെക്റ്റ് ആണെങ്കിൽ, പോസിറ്റീവ്ലി പവർ ഷെയറിങ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണെങ്കിൽ, ശ്രീലങ്ക എന്താ നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. നെഗറ്റീവ് എങ്ങനെയാണ് പവർ ഷെയറിങ്, ഇതാ നേരത്തെ പറഞ്ഞ വാട്ട് ഇഫ് പവർ ഷെയറിങ് എഫക്റ്റീവ്ലി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വന്നേക്കാവുന്ന സൈഡ് എന്നാണ് എന്നുള്ളത്. അപ്പൊ ബെൽജിയത്തിൽ എന്താ സംഭവിച്ചത്? ലീഡേഴ്സ് എന്ത് ചെയ്തു? ഈ റീജിയണൽ ഡിഫറൻസും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഈക്വലി റെക്കഗ്നൈസ് ചെയ്തു. പവർ ഷെയറിങ്ങിലൂടെ എന്ത് ചെയ്തു? 2 മെജോറിറ്റി പീപ്പിളിനെയും മൈനോറിറ്റീനെയും അവർ ഈക്വലി അവരുടെ ഫീലിങ്സും ഇൻട്രസ്റ്റിനും റെസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? അവർക്കൊരു സിവിൽ വാർ അല്ലെങ്കിൽ സിവിൽ സ്ട്രൈവ്, ദേ അവോയ്ഡഡ് സിവിൽ സ്ട്രൈവ്, പ്രിവെന്റഡ് കൺട്രി ഡിവിഷൻ. പുതിയൊരു ബെൽജിയം കട്ട് ചെയ്തിട്ട് പുതിയൊരു രാജ്യം വേണമെന്ന് ബെൽജിയത്തിൽ ആവശ്യം വന്നില്ല. ദേ പ്രിവെന്റഡ് കൺട്രി ഡിവിഷൻ, മെയിൻറ്റെയിൻ യൂണിറ്റി ത്രൂ മ്യൂച്വൽ റെസ്പെക്ട്. ഈ എഫക്റ്റീവ് പവർ ഷെയറിങ്ങിലൂടെ അവിടെയുള്ള എത്നിക് കമ്മ്യൂണിറ്റി തമ്മിലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വന്നു. പിന്നെന്താണ്? ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ വന്നു. ആ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ എന്താണെന്ന് അറിയാവോ? നമ്മുടെ EUവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്ന? ബ്രസൽസിലാണ്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും വൈ ദേ ചൂസ് ബ്രസൽസ്? എഫക്റ്റീവ്ലി അവരത് ഹാൻഡിൽ ചെയ്ത് കാരണം. ആൻഡ് വാട്ട് ഈസ് ശ്രീലങ്ക സ്ട്രഗിൾ? ശ്രീലങ്കയുടെ സ്ട്രഗിൾ എന്താ? മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ത് പറ്റി? മെജോറിറ്റി കമ്മ്യൂണിറ്റി ഡൊമിനൻ്റ് ചെയ്തു അല്ലേ? അപ്പം എന്ത് പറ്റി? ഡിക്കേഡ്സ് ഓഫ് സിവിൽ വാർ. ഇപ്പോഴും ശ്രീലങ്ക അൺട്രസ്റ്റ് ആണ്. ദാറ്റ്സ് വാട്ട് ബിക്കോസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദി ഗവൺമെന്റ്. ഡിക്കേഡ്സ് ഓഫ് സിവിൽ വാർ, തൗസൻഡ്സ് killed, ഫാമിലീസ് ഡിസ്പ്ലേസ്ഡ്, റെഫ്യൂജീസ്, ശ്രീലങ്കൻ റെഫ്യൂജീസ്, നമുക്ക് ഓരോ മൂവീസൊക്കെ കാണാമല്ലേ? അതേപോലെ സിവിയർ സോഷ്യൽ ആൻഡ് എക്കണോമിക് സെറ്റ് ബാക്സ്. സോ അതാണ് നമ്മുടെ പവർ ഷെയറിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആൻഡ് നെക്സ്റ്റ്, സോ എന്താണ് വൈ പവർ ഷെയറിങ് ഇസ് ഡിസൈറബിൾ? എന്തുകൊണ്ടാണ് പവർ ഷെയർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ടുള്ളത്? വൈ പവർ ഷെയറിങ് ഇസ് ഡിസൈറബിൾ? നമുക്ക് 2 റീസൺ ആണുള്ളത്. ഒന്ന് പ്രുഡൻഷ്യൽ റീസൺ, സെക്കൻഡ് വൺ മോറൽ റീസൺ. ഈ കീവേഡ്സ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പ്രുഡൻഷ്യൽ റീസൺസ് ആൻഡ് മോറൽ റീസൺസ്. അപ്പം ബേസ്ഡ് ഓൺ പ്രുഡൻഷ്യൽ റീസൺസ് എന്ന് പറയുമ്പം എന്താണ്? ബേസ്ഡ് ഓൺ കെയർഫുൾ കാൽക്കുലേഷൻ ആൻഡ് ഔട്ട്കംസ് പവർ ഷെയറിങ് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ്ലി കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് പ്രൊഡ്യൂസസ് ബെറ്റർ ഡിസിഷൻസ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്. ഇതാണ് പ്രുഡൻഷ്യൽ റീസൺസിൽ വരിക. സോ അടുത്തത് മോറൽ റീസൺ. Moral reasons are basically based on the intrinsic value of power sharing. അപ്പോൾ പവർ ഷെയറിങ്ങിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് റീസൺസ് എന്തൊക്കെയാണ്? പ്രുഡൻഷ്യൽ റീസൺസും മോറൽ റീസൺസും. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാണ്. അടുത്ത എന്താണ്? 4 forms of power sharing. പവർ ഷെയറിങ്ങിൻ്റെ 4 forms. എന്തൊക്കെയാണ് ആ 4 forms? 1 ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, 2 വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യൽ ഗ്രൂപ്പ് ഷെയറിംഗ് ആൻഡ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിനെ ഡിഫറെൻറ്റ് ഓർഗൻസ് ആയിട്ട് ഗവൺമെൻറ് പവർ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ആസ് ലൈക്ക് ഇൻ അവർ ഇൻ ഇന്ത്യ എന്താണ്? ആദ്യം സെൻട്രൽ ഗവൺമെൻറ്റിനെ 3 പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലേ? ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്,
ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എന്താണ്, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നിൻ്റെ മുകളിലല്ല, ബട്ട് ഈ നമ്മുടെ മൂന്ന് ഓർഗൻസും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവരെല്ലാവരും ഈച്ച് ഓർഗൻ ചെക്സ് ദ അതേഴ്സ് ക്രിയേറ്റിംഗ് ബാലൻസ്. ഒന്നിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ പവർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ആവില്ല. പക്ഷെ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും, ഈച്ച് ഓർഗൻ ചെക്സ് ദ അതേഴ്സ് ക്രിയേറ്റിംഗ് ബാലൻസ്. ദിസ് സിസ്റ്റം ചെക്സ് ആൻഡ് ബാലൻസസ് The system of checks and balances prevents unlimited power concentration. ഏതെങ്കിലും ഒരു ഓർഗണിൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് തടയും. അപ്പൊ ഈ മൂന്ന് ഗവൺമെന്റ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് വരും, ആദ്യം സെൻട്രൽ ഗവൺമെന്റ് വരും. സെൻട്രൽ ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ആയിട്ട് എന്ത് വരും, ലെജിസ്ലേച്ചർ എന്ന് വരും, പിന്നെയോ ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്, അങ്ങനെ വരും. അങ്ങനെ ഗവൺമെന്റിന്റെ പവറിനെ മൂന്ന് ഓർഗൻസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ സെക്കൻഡ് വൺ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്ത് പറയും, ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ താഴെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താഴെ ലോക്കൽ ഗവൺമെന്റ്. അതായത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്, ആദ്യം എന്ത് വരും, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴെ, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഏത് വരും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിൽ എന്ത് വരും, ലോക്കൽ ഗവൺമെന്റ്. അങ്ങനെയാണ് ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിവിഷൻ. കണ്ടില്ലേ, ഇത് ഇങ്ങനെയല്ലേ വരുന്നത്, ഫസ്റ്റ് ടോപ്പിൽ ഒന്ന് പിന്നൊന്ന് വെർട്ടിക്കലി. ഇവിടെയാണെങ്കിലോ ഹൊറിസോണ്ടലി, ഇങ്ങനെ ആ രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെ തേർഡ് വൺ സോഷ്യൽ ഗ്രൂപ്പ് ഷെയറിങ്. എന്താണത്, ഈ കമ്മ്യൂണിറ്റികൾ, ഇപ്പം നമ്മുടെ ബെൽജിയത്തിന്റെ കേസിൽ പറഞ്ഞില്ലായിരുന്നോ, കമ്മ്യൂണിറ്റി ഗവൺമെന്റ്സ് പവർ ഷെയർഡ് ആണ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബേസിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ OBC SC ST കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്ന പവറില്ലേ, പവറല്ല, നമ്മുടെ ഇന്ത്യൻ്റെ കേസിൽ അവർക്ക് പവറല്ല, പക്ഷെ അവർക്ക് സെപ്പറേറ്റ് എന്താ പറയുക, സെപ്പറേറ്റ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ. അങ്ങനെ സോഷ്യൽ ഗ്രൂപ്പ് ഷെയറിങ്, പവർ ഷെയർഡ് ആണ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. റിലീജിയസ് ആയിരിക്കാം, ലിംഗ്വിസ്റ്റിക് ആയിരിക്കാം, എത്നിക് കമ്മ്യൂണിറ്റീസ് ആയിരിക്കാം, ഇൻക്ലൂഡ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി. ഈ ഇലക്ഷനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നോ, ചില വാർഡുകളൊക്കെ എന്തായിരിക്കും, ചില നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ ചില വാർഡുകൾ വിമൻ റിസർവ്ഡ് ആയിരിക്കും, ചിലത് കമ്മ്യൂണിറ്റി റിസർവ്ഡ് ആയിരിക്കും. അതേപോലെ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, കമ്മ്യൂണിറ്റി ഗവൺമെന്റ്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് വീക്കർ സെക്ഷൻ ആൻഡ് വിമൻ ഇൻ ലെജിസ്ലേച്ചർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ദ ഫോർത്ത് ഫോം ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. നമ്മുടെ ഇലക്ഷൻ ആലോചിച്ചാൽ മതി, പവർ ഷെയർഡ് ത്രൂ പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്തിനാ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ് വഴി ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത് എന്തിനാ, പല പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ടാവും, പല പൊളിറ്റിക്കൽ പാർട്ടീസിനെയും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അതെന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മാത്രം പവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ പവർ ഷെയർഡ് ത്രൂ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ്. കോമ്പറ്റീഷൻ among parties ensures power doesn't remain in one hand. ഒരു പാർട്ടിയുടെ കയ്യിൽ മാത്രം, ഒരാളുടെ കയ്യിൽ മാത്രം പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് കൊളിഷൻ ഗവൺമെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പോൾ 4 ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യൽ ഗ്രൂപ്പ് ഷെയറിംഗ് ആൻഡ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതുമ്പോൾ അറിയാമെങ്കിലും ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് അറിയാം, അത് വെച്ച് എഴുതാം എന്ന് വിചാരിക്കരുത്. ഈ ഓരോ കീവേഡ്സ് ഉണ്ടല്ലോ, കീവേഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് സ്കോർ ചെയ്യാൻ കീവേഡ്സ് മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മൾ പവർ ഷെയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഡെമോക്രാറ്റിക് ഫൗണ്ടേഷൻ ഓഫ് പവർ ഷെയറിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് മൊത്തം ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ പവർ ഷെയറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെമോക്രസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്കാണ്, പീപ്പിളിനാണ്. പീപ്പിളാണ് എന്ത്,
സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ. ഒരു ഡെമോക്രസീൻ്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ ആ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള അവരുടെ വ്യൂസിനെ, അവരുടെ ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുഡ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പവർ ഷെയറിങ്. വൈ പവർ ഷെയറിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള ആൻസറാണ് ഇതെന്ത്? ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ആ രാജ്യത്തെ ജനങ്ങളുടെ വ്യൂസിനെ എന്ത് റെസ്പെക്ട് ചെയ്യണം? ഗവൺമെൻറ് റെസ്പെക്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? 4 ഫോംസ് ഓഫ് പവർ ഷെയറിങ് പഠിച്ചു. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, സോഷ്യൽ ഗ്രൂപ്പ്സ് പഠിച്ചു. 2 കീ റീസൺസ് പഠിച്ചു. എന്തൊക്കെയാണത്? പ്രുഡൻഷ്യൽ, ബെറ്റർ ഔട്ട്കംസ് ഉള്ള പ്രുഡൻഷ്യൽ ആൻഡ് മോറൽ റീസൺ. 2 കീ റീസൺസ് പഠിച്ചു, പ്രുഡൻഷ്യൽ ആൻഡ് മോറൽ. അപ്പം എന്താണ് പവർ ഷെയറിങ്? പവർ ഷെയറിങ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡിവൈഡിങ് പവർ. പവർ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പിന്നെന്താണ്? ഇറ്റ്സ് അബൌട്ട് മൾട്ടിപ്ലൈയിങ് സ്ട്രെങ്ത് ത്രൂ യൂണിറ്റി, റെസ്പെക്ട് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇപ്പം നമ്മുടെ ബെൽജിയത്തിൻ്റെ കേസിൽ, ബെൽജിയത്തിൻ്റെ സിനാരിയോയിൽ നമ്മൾ കണ്ടില്ലേ എങ്ങനെ എത്ര എഫക്റ്റീവ്ലി ആണ് അവരത് പവർ ഡിവൈഡ് ചെയ്തത്. ആൻഡ് ശ്രീലങ്കയുടെ കേസിൽ എത്ര നെഗറ്റീവ്ലി ആണ് അത് ആ രാജ്യത്തിൻ്റെ സമാധാനത്തിന് തന്നെ ബാധിച്ചത്. അപ്പോൾ ഈ 2 കേസിലൂടെ തന്നെ പവർ ഷെയറിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡെമോക്രസിയിൽ എന്നുള്ളത് നമുക്ക് എഫക്റ്റീവായിട്ട് കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് വീണ്ടും കാണാം.